എനിക്കാണെങ്കിൽ ഒരിടത്ത് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമുള്ള കാര്യമേ അല്ല കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെയാണ് ഞാൻ വെറുതെ ഇരുന്നൊന്ന് റെസ്റ്റ് എടുത്തത്. പിന്നെ ഒരു കണക്കിന് നോക്കി വേദന കൊണ്ട് റെസ്റ്റ് എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും വാവയ്ക്ക് 18 ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ട് ഓർഡേഴ്സൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് ഡിസ്പാച്ചൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ റെസ്റ്റ് എടുക്കലിൻ്റെ കൂടെ ഈ ഒരു ബിസിനസ്സും കൂടെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പരിപാടികളൊന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ബാക്ക് ടു വർക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ ഓണാക്കി വെച്ചപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞു ചെക്കൻ എണീറ്റ് വന്നിട്ടുണ്ട്. സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഇതെനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ. കാരണം ദേവുവിൻ്റെ ഈ ഒരു പ്രായത്തിലൊന്നും ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടെയാണ് ഞാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടില്ല, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചപ്പോൾ തന്നെ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ആക്കി ഞാൻ അവനെ നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടത്തി ഉറക്കിയിട്ടാ. എന്നിട്ട് ഞാൻ കൊണ്ട് കിടത്തി, കാരണം ഇനി വേണം ബാക്കി പണിയൊക്കെ ചെയ്യാൻ വേണ്ടി. ഓൾറെഡി ഞാൻ അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി സോർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഏറ്റവും കൂടുതൽ മൂവിങ്ങിൽ പോണ ഒരു ഐറ്റമാണ് ഈ മുല്ലമാല എന്ന് പറയുന്നത്. അതിപ്പോൾ സീസൺ ആയാലും അല്ലാന്നുണ്ടെങ്കിലും ഞാൻ എന്നും വയ്ക്കണമെങ്കിൽ ഒരാൾക്കെങ്കിലും മുല്ലമാല ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഓണക്കാലമൊക്കെ വരാൻ പോവുകയാണ്. ബൾക്ക് ഓർഡറും അതുപോലെ തന്നെ സിംഗിൾ ഓർഡേഴ്സ് ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് മെസ്സേജ് അയക്കണേ. ഇത്രയും ജോലി ഞാൻ ചെയ്ത സ്ഥിതിക്ക് ഇനി അടുത്ത പാക്കിംഗ് വിഷ്ണുവിനെ ഏൽപ്പിക്കാന്ന് വെച്ചു. അങ്ങനെ ആ ജോലി വിഷ്ണു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഫുൾ പാക്ക് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുള്ളത്.